ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സമൂഹം ലോകത്ത് വന്ന് ഇസ്ലാമിക സമൂഹത്തൊരു വിപ്ലവം സൃഷ്ടിക്കുമ്പോ, താലിബാൻ എന്നതുപോലെ ഒരു വിപ്ലവത്തിന്റെ സൃഷ്ടിക്കുമ്പോ ലോകത്തുള്ള പടിഞ്ഞാറിന്റെ ശക്തികൾ അവരെ ആക്രമിക്കാൻ തീരുമാനിക്കും. അഫ്ഗാനിലെ ഈ രോമാവൃതമായ ആളുകളെ ആക്രമിക്കാൻ പോകുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന മനുഷ്യന്, ആ മനുഷ്യന് റജുലുൻ അഅറജ, ഒരു വികലാംഗനായ മനുഷ്യനായിരിക്കുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമിനയുടെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഫ്ഗാൻ ഭൂപടത്തിൽ പോലും ഇല്ലാത്ത കാലത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞു, അഫ്ഗാനിലെ ആളുകൾ ആക്രമിക്കാൻ വേണ്ടി പ്രഖ്യാപിക്കുന്ന മനുഷ്യന് റജുലുൻ അഅറജ, ഒരു വികലാംഗനായിരിക്കുന്ന മനുഷ്യനാണെന്ന് നബി തങ്ങൾ പറഞ്ഞ് 14 നൂറ്റാണ്ട് കണ്ടപ്പോ അഫ്ഗാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന് BBC-യുടെ ചാനലിൽ പറഞ്ഞതാരെന്നറിയോ? റിച്ചാർഡ് മൈർസ് എന്ന് പറയുന്ന യുദ്ധത്തിലൊരു കാല് നഷ്ടപ്പെട്ടു പോയ അമേരിക്കൻ കരസേനയുടെ മേധാവി റിച്ചാർഡ് മൈർസ് ഒരു കാലില്ലാതെ വീൽ ചെയറിൽ കടന്നു വന്ന് ഞങ്ങൾ അഫ്ഗാനെ ആക്രമിക്കാൻ പോകുന്നെന്ന് പറയുമ്പോ ആമിനയുടെ മുത്തേ അങ്ങേക്കായിരം സലാം അങ്ങ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, അത് ചെയ്യുന്ന മനുഷ്യൻ റജുലുൻ അഅറജ, ഒരു വികലാംഗനായിരിക്കും. റിച്ചാർഡ് മൈർസ് ഒരു കാലില്ല, വീൽ ചെയറിൽ വന്നിട്ടാണ് പറഞ്ഞത് BBC-യിൽ അഫ്ഗാൻ ആക്രമിക്കാൻ പോകുന്നു എന്ന്. ഇനി ലോകം അവസാനിക്കാൻ പോകുന്ന തെളിവേണോ? മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, അങ്ങനെ ഇമാം മഹ്ദി വരും. ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു കഴിയുമ്പോ അവസാനം എല്ലാത്തിനും പരിഹാരമായി ഇമാം മഹ്ദി ലോകത്തെ നയിക്കും. ലോകം മുഴുവനും ഇസ്ലാമിന്റെ കീഴിൽ വരും. അങ്ങനെ ഇമാം മഹ്ദിയുടെ കീഴിൽ ലോകം മുഴുവനും സമൃദ്ധിയുണ്ട്. ബലിയുടെ കാര്യം പോലെ കള്ളവുമില്ല, പൊളിയുമില്ല, എള്ളോളമില്ല, പൊളിവചനോ എന്ന് പറഞ്ഞതുപോലെ എല്ലായിടത്തും ശാന്തി കളിയാടുമ്പോ മുസ്ലിമീങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങുമ്പോഴാണ് അതാ അടുത്ത വാർത്ത വരുന്നത്. അതാ ഖുറൂജു മസീഹി ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടലായി. ദജ്ജാൽ മനുഷ്യരെ മുഴുവനും കൊന്നൊടുക്കുമ്പോ ദജ്ജാൽ മനുഷ്യരെ മുഴുവനും 900,000 ജൂതന്മാര് ദജ്ജാലിന്റെ പുറകിൽ അണിനിരക്കും. ഇന്നത്തെ ഇസ്രായേലിന്റെ സന്താനങ്ങൾ, പലസ്തീനിലെ പാവപ്പെട്ടവരെ വിമാനവേദ പീരങ്കികളുടെ മുമ്പിൽ ടച്ചുടയ്ക്കുന്ന ഇസ്രായേലിന്റെ ജൂതന്മാര്, 90,000 ജൂതന്മാര് ദജ്ജാലിന്റെ പുറകിലുണ്ടാകും. മുസ്ലിമീങ്ങളെ മുഴുവനും ദജ്ജാൽ മനുഷ്യനെ രണ്ടായിട്ട് കീറി കാണിക്കും. അത്രേ, രണ്ടായിട്ട് കീറിയിട്ട് വീണ്ടും ഒട്ടിച്ച് കാണിക്കും. അവൻ കയ്യിൽ വെച്ച് തീപ്പന്തമുണ്ട്. परफेक्टली चुना, परफेक्टली पुराना किया दावत बासमती, ये बनेगा तो फर्क दिखेगा। परफेक्ट। आपको कैसे पता चला? सारे बना जो चुकी हूँ, दावत बासमती बनेगा तो फर्क दिखेगा। കാണിക്കും. കടലിലെ വെള്ളം മുഴുവനും കുടിച്ചു വറ്റി കാണിക്കും. മുസ്ലിമീങ്ങൾ മുഴുവനെ കത്തിക്കരിച്ച് ചാമ്പലാക്കുമ്പോ മുസ്ലിമീങ്ങൾ ഇമാം മഹ്ദിയോട് പരാതി പറയുമ്പോ ഇമാം മഹ്ദി ദജ്ജാലിനെ നേരിടാൻ വേണ്ടി യാത്ര ചെയ്യും. അവർ യാത്ര ചെയ്ത് ദിമിഷ്കിലെ പള്ളിയിലെത്തും. അവിടെ അസർ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ച് കാത്തിരിക്കുമ്പോ അതാ ദിമിഷ്കിലെ പള്ളിയുടെ വെള്ളമിനാരത്തില്, കിഴക്കേ ഭാഗത്തുള്ള വെള്ളമിനാരത്തില്, മിമ്മിനാരത്തിൽ ദിമിഷ്കിലെ പള്ളിയിലെ വെള്ളമിനാരത്തില് അതാ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിറങ്ങുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈസാ നബി വരും ദിമിഷ്കിലെ പള്ളത്തിലെ വെള്ളമിനാരത്തില്. അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോൾ ദിമിഷ്കിൽ ഇസ്ലാം ചെന്നിട്ടുമില്ല, അങ്ങനെ ഒരു പള്ളിയില്ല, അതിനൊരു വെള്ളമിനാരവും ഇല്ല. പക്ഷെ ഇപ്പൊ ഒരു പള്ളിയുണ്ട്, വെള്ളമിനാരമുണ്ട്. കിഴക്കേ ഭാഗത്ത് വെള്ളമിനാരം, മിനാറത്തിൽ ബൈള. ഈസാ നബി വന്നിറങ്ങും, ഈസാ നബി ഭരിക്കും. അതിനുശേഷം യൗജൂജ് മൗജൂജ് വരും, ദാബത്തിൽ അടൽ വരും, ജഹ്ജ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വരും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്താകും. നബി തങ്ങളുടെ റൗളയുടെ തൊട്ടടുത്ത് സ്ഥലം ഇട്ടിട്ടുണ്ട്, അവിടെ കൊണ്ട് അടക്കും. ഒരു വിശാലമായ വിഷയമാണ്, നമുക്ക് പിന്നീട് എപ്പോഴേലും പറയാം. അത് പറഞ്ഞു തന്നാൽ നാളെ കഴിഞ്ഞും തീരൂല. ഏറ്റവും അവസാനം, ലോകാവസാനത്തിന്റെ ഏറ്റവും അവസാനത്തെ അടയാളം എന്താ? ഒരു സൂര്യഗ്രഹണം ഉണ്ടാവും. ലോകാവസാനത്തിന്റെ ഏറ്റവും അവസാനത്തിന് തൊട്ടുമുമ്പുള്ള അടയാളം ഒരു സൂര്യഗ്രഹണം ഉണ്ടാവും. ഇപ്പൊ ഒരു സൂര്യഗ്രഹണം നടന്നില്ലേ? ഉച്ചയ്ക്ക് രാത്രിയായി, പേടിച്ച് വിറച്ചു തന്നു. മണക്കാട് ഞാൻ ജുമയ്ക്ക് സൂര്യഗ്രഹണം പറഞ്ഞപ്പോൾ പിറ്റേ ആഴ്ച പൊന്നുസ്താങ്ങൾ വല്ലാതെ പേടിപ്പിച്ചോളഞ്ഞു.
ഞാൻ പേടിപ്പിച്ചില്ല. അള്ള പറഞ്ഞല്ല ദാലിക യുഖവിഫുല്ലാഹു ബിഹി ഇബാദ. സൂര്യഗ്രഹണം മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടി അള്ള വെച്ചിരിക്കുകയാണ്. ഖിയാമത്ത് നാളിന് മുമ്പ് ഒരു സൂര്യഗ്രഹണം ഉണ്ടാവും. ഒരു രാത്രി ജനങ്ങൾ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ട് രാവിലെ നോക്കുമ്പോൾ സൂര്യനെ കാണാനില്ല. രാവിലെ സൂര്യൻ ഉദിക്കുന്നില്ല. കൂരിരുട്ട്, വെളിച്ചമില്ല. അന്ന് വെളിച്ചത്തിന് വേണ്ടി ഏതൊക്കെ സംവിധാനമുണ്ടോ, തീപ്പെട്ടി ഉരച്ചാൽ കത്തൂല, ലൈറ്റിട്ടാൽ തെളിയൂല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ വിശന്ന് കിടന്ന് കരഞ്ഞ് അവസാനം 72 ദിവസം കഴിഞ്ഞിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത്. ഉദിക്കുന്നത് എവിടെ നിന്നാ? പടിഞ്ഞാറ് നിന്ന്. അതേവരെ കിഴക്കുദിച്ച സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചാൽ അതോടെ തൗബയുടെ വാതിൽ അടക്കപ്പെട്ടു. ഇനി ആര് പറഞ്ഞാലും തൗബ സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോകാവസാനത്തിന്റെ ഏറ്റവും അവസാനത്തെ അടയാളം. അതെന്തറിയുമോ? കഅബാലയം പൊളിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. 60,000-ഓളം വരുന്ന ആളുകൾ കഅബാലയം പൊളിക്കും. അതിലൊരു മനുഷ്യൻ കഅബാലയത്തിന്റെ മുകളിൽ കയറി നിൽക്കും. കഅബയുടെ ഇഷ്ടിക പിഴുതെടുക്കും. ആ മനുഷ്യന്റെ കുതികാല്, അവന്റെ കാലിന്റെ വിരൽ പുറകോട്ടും കാലിന്റെ കുതി മുമ്പോട്ടുമായി ഇരിക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. 60,000 പേര് നിരന്ന് ജിദ്ദ കടലിടുക്ക് വരെ നിൽക്കും. ഓരോ ഇഷ്ടികയും കൈമാറി കഅബാലയത്തിന്റെ കല്ലുകൾ ജിദ്ദ കടലിടുക്കിലേക്ക് വലിച്ചെറിയും. കഅബാലയം പൊളിക്കപ്പെട്ട പിന്നെ ഒരു മനുഷ്യന് നിസ്കാരമില്ല, കിബിലയില്ലാതെ പിന്നെന്ത് നിസ്കാരമാണ്? നിസ്കാരമില്ല, നോമ്പില്ല, തസ്ബീഹില്ല, ഒന്നുമില്ലാതെ 3 ദിവസം ജനങ്ങൾ കിടന്നുറങ്ങും. അവസാനം അതാ ഒരു ദിവസം വ്യാഴാഴ്ച കിടന്നുറങ്ങി. വെള്ളിയാഴ്ച രാവിലെ സുബഹിന്റെ സമയമാകുമ്പോ പള്ളിയുടെ ബാങ്കല്ല കേൾക്കുന്നത്, ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നു, സൈറൻ മുഴങ്ങുന്നത് പോലെ. അതേതെന്നറിയുമോ? ഇസ്റാഫീൽ സൂറെന്ന കാഹളത്തിൽ ഊതുന്നതാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. രാവിലെ കേൾക്കുന്നത് ഇസ്റാഫീൽ സൂറെന്ന കാഹളത്തിൽ ഊതുന്നതാണ്. വെള്ളിയാഴ്ചയാണ് ലോകം അവസാനിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അവസാനിക്കണ ഏതായാലും എന്നായിരിക്കും? വെള്ളിയാഴ്ച ആയിരിക്കും. അതുകൊണ്ട് വെള്ളിയാഴ്ചയെങ്കിലും പള്ളിയിൽ പോണേ. ലോകാവസാനം ഏതായാലും വരുന്ന വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ ചെല്ലുമ്പോൾ എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹ് ഈ വെള്ളിയാഴ്ച ആക്കല്ലേ എന്ന്. വെള്ളിയാഴ്ച പോകൂല. ഞാൻ കൊല്ലത്ത് ജോലി ചെയ്യുമ്പോൾ ഒരാളെന്നെ മോളുടെ കല്യാണത്തിൽ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വെച്ചു, നിങ്ങൾ ഇവിടെ താമസിക്കുന്നു? അതെ. ഞാൻ വെള്ളിയാഴ്ച പോലും കണ്ടിട്ടില്ലല്ലോ നിങ്ങളെ. അത് ഉസ്താദ് എനിക്ക് വീട്ടിൽ ഇരുന്നാ കേൾക്കാന്ന്. വെള്ളിയാഴ്ച ജുമയ്ക്ക് വരാത്ത എന്നാൽ ഉസ്താദ് എനിക്ക് വീട്ടിൽ ഇരുന്നാ കേൾക്കാന്ന്. ഇത്രയൊക്കെ ആയിട്ട് മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. ലോകാവസാനം സംഭവിക്കുന്ന രാവിലെ, ഒരു വെള്ളിയാഴ്ച രാവിലെ അതാ കേൾക്കുന്നു കിഴക്കുന്നെന്നൊരു വല്ലാത്ത ശബ്ദം. ആ ശബ്ദം എന്തോ ഒരു ശബ്ദമാണെന്നറിയുമോ? ആ ശബ്ദം എന്ത് ശബ്ദമാണ്? അല്ലാഹ് തന്നെ പറയട്ടെ, ഇൻകാനത്ത് ഇല്ലാ സൈഹതൻ വാഹിദ ഫൈദാഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. ഇൻകാനത്ത് ഇല്ലാ സൈഹതൻ വാഹിദ. സൂറത്ത് യാസീനാണ്. ഒരു ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ഇസ്രാഫീൽ സൂറെന്ന കാഹളത്തിൽ ഒന്നാമത് ഊതിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയുമോ? ഫൈദാനു ബിഖബിസ്സൂരി ഫസൈക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ്. ഫൈദാനു ബിഖബിസ്സൂരി, ഇസ്രാഫീൽ സൂറെന്ന കാഹളത്തിൽ ആദ്യം ഊതിക്കഴിഞ്ഞാൽ ഫസൈക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ്. ഈ ഭൂമിയിലുള്ള ആകാശഭൂമിയിലുള്ള സർവ്വതും തകർന്ന് തരിപ്പണമാകുമത്രേ. എല്ലാം തകർന്ന് തരിപ്പണമാകാൻ തുടങ്ങും. ഈ ആകാശമില്ല, സൂര്യനില്ല, ഭൂമിയില്ല, ചന്ദ്രനില്ല, നക്ഷത്രമില്ല, താരാപഥമല്ല. അല്ലാഹ് പറയുന്നു, സൂര്യനെ ചുരുട്ടപ്പെടും. ഇസ്രാഫീൽ ഊതിക്കഴിഞ്ഞാൽ പിന്നെ സൂര്യനില്ല, സൂര്യനെ ചുരുട്ടപ്പെടും. സൂര്യനെ ചുരുട്ടുന്ന സമയം അല്ലാഹ് പറയുകയാണ്, കവറാന്ന് പറഞ്ഞാൽ തുണി ചുരുട്ടണ മാതിരി 1.5 കോടി ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ ചുരുട്ടപ്പെടും. അല്ലാഹു പറയുന്നു, വൈദന്നുജൂമൻ കദറത്ത്. ആ സമയത്ത് നക്ഷത്രങ്ങൾ മുഴുവനും മൂവാണ്ടമാങ്ങ വീടുന്നത് മാതിരി വീടാൻ തുടങ്ങും. ശാസ്ത്രം തന്നെ പറയുന്നത് എന്താണെന്നറിയോ? ഈ സൂര്യനിലും നക്ഷത്രങ്ങളിലും ഉള്ളത് ഹൈഡ്രജനും ഹീലിയവുമാണ്. അതുകൊണ്ടാണ് ഇത് കത്തുന്നത്. ഹൈഡ്രജനും ഹീലിയവും തീർന്നു കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾ മുഴുവനും ചുരുങ്ങാൻ തുടങ്ങും. അത് ചുരുങ്ങി അവസാനം ആകാശത്തൊരു പൊട്ടക്കിണറുണ്ട് അത്രേ. അതിന്റെ പേര് ദ ബ്ലാക്ക്
ഹോൾ, തമോഗർത്തം എന്ന് പറയുന്ന ഒരു വലിയ കുഴിയുണ്ട്. ഈ നക്ഷത്രങ്ങൾ ചുരുങ്ങി ചുരുങ്ങി വൈറ്റ് ഡാർഫ്, വെളുത്ത കുള്ളൻ എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ കുഴിയിലേക്ക് ഉരുകി ഉരുകി ഒലിക്കാൻ തുടങ്ങും. തമോഗർത്തത്തിലേക്ക് ബിഗ് ബാങ് തിയറി പഠിക്കുന്ന കുട്ടികൾക്കറിയാം ഈ സൂര്യന്റെ അവസാനം എങ്ങനെയാണ്. ശാസ്ത്രം തന്നെ പറയുകയാണ്, ഒരിക്കലേറായാൽ സൂര്യൻ തകരും. ഈ സൂര്യൻ മുഴുവനും കൊച്ചു കൊച്ചായി ഉരുകി ഈ ഉരുകടിയിലേക്ക് പോയി വീടും. ആ സൂര്യനും നക്ഷത്രങ്ങളും ഉരുകി ഒലിച്ചു വീടുന്ന ദ്രാവകമുണ്ടല്ലോ, അത് ഒരു സ്പൂണിൽ കോരിയെടുത്തിട്ട് അത് കൊണ്ടുവന്ന് തൂക്കി നോക്കിയാൽ ആ ഒരു സ്പൂൺ ദ്രാവകത്തിന് 1000 ടൺ ഭാരമുണ്ടാകുമെന്ന് ശാസ്ത്രലോകം പറയുമ്പോ അല്ലാഹു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാ. ഫലാ, മനുഷ്യ, കാര്യം നീ നിശ്ചയിക്കുന്നത് പോലെയല്ല. ഉഖ്സിമു ബിമവാഖിൻ നുജൂം, നക്ഷത്രങ്ങൾ വീഴുന്ന സ്ഥലത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുകയാ. അല്ലാഹു പറയുന്ന നക്ഷത്രം പോയി വീഴുന്ന ഒരു ഗുഹയുണ്ടെന്ന് ഖുർആൻ സൂറത്തുൽ വാഖിയയിൽ പറയുമ്പോ സൂര്യൻ തകരും, നക്ഷത്രം തകരും. സഹോദരങ്ങളെ, സൂര്യൻ നോക്കുമ്പോ ഇസ്രാഫീലിന്റെ കാഹളം കേട്ടിട്ട് ജനങ്ങൾ നോക്കുമ്പോ സൂര്യനെ കാണാനില്ല, നക്ഷത്രങ്ങൾ തീർന്ന് താഴോട്ട് വീഴുന്നു. അള്ളാന്റെ ഖുർആൻ പറയുന്നു, വൈദൽ ജിബാലു സുയ്യിറത്ത്, പർവ്വതങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാകലായി. ആ സമയത്ത് ഭൂമിയുടെ അവസ്ഥ എന്താ? ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖറജത്തിൽ അർദു അത്ഖാലഹാ, ഭൂമി കിടുകിടാകടന്ന് വിറക്കാൻ തുടങ്ങി. ഭൂമി പല കഷണങ്ങളായിട്ട് പൊട്ടിപ്പിളരലായി. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന സർവ്വ വസ്തുക്കളും പുറത്തോട്ട് തള്ളലായി. തഫ്സീറിൽ കാണാം, അതേവരെ മയ്യത്തടക്കിയ മയ്യത്തുകൾ മുഴുവനും, കല്ലൂർ പള്ളിക്കുള്ളിൽ അടക്കപ്പെട്ട സർവ്വ മയ്യത്തുകളും വെളിയിലോട്ട് നടക്കലായി. മനുഷ്യൻ നോക്കുമ്പോ അവന്റെ താൽപ്പീടിലൂടെ മയ്യത്തുകളുടെ പ്രവാഹം ഇങ്ങനെ വരികയാണ്. മനുഷ്യൻ വല്ലാതെ പേടിച്ചു വിറച്ചു പോകും. വഖാലൽ ഇൻസാനു മാല, മനുഷ്യൻ ചോദിക്കും, ഈ ഭൂമിക്കെന്ത് പറ്റിപ്പോയി, ഈ ഭൂമിക്കെന്ത് പറ്റിപ്പോയി? അതാ ആകാശം താഴോട്ട് വീടുന്നു, നക്ഷത്രങ്ങൾ ഉതിർന്നു വീടുന്നു, സൂര്യനെ ചുരുട്ടപ്പെടുന്നു. ഈ കാണുന്ന പർവ്വതങ്ങളോ അപ്പൂപ്പന്താടി പറക്കുന്നത് പോലെ പാറ കഷണങ്ങൾ തലയുടെ മുകളിലൂടെ പാറി പാറി നടക്കുന്നു. വടവൃക്ഷങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നു. നാൽക്കാലികൾ നിലവിളിക്കാൻ തുടങ്ങുന്നു. സത്തുബന്ധിയ നാൽക്കാലികൾ കാൽക്കീടിലൂടെ ഒലിച്ചു നടക്കുമ്പോ, പാറക്കെട്ടുകൾ തലയിലൂടെ പറന്നു പോകുമ്പോ, ഭൂമി കടന്നിട്ടൊരു സംഹാര താണ്ഡവമാടുമ്പോ മനുഷ്യൻ ചോദിച്ചു പോകുമ്പോ, കാലൽ ഇൻസാനോ മാലഹാ, ഈ ഭൂമിക്കെന്ത് പറ്റിപ്പോയി എന്ന് വിചാരിക്കുമ്പോ എല്ലാം തകർന്ന് തരിപ്പണമാകും. പൊട്ടിപ്പിളർന്ന് തകർന്നു വീടും അമ്പരം എന്നുള്ളതും ഖുർആനിലുണ്ട് വിളംബരം. ആകമില്ല, നബൂലയില്ല, പദമില്ല, ഗാലക്സിയില്ല, ആകാശമില്ല, പർവ്വതങ്ങളില്ല, നക്ഷത്രങ്ങളില്ല, സമുദ്രങ്ങളില്ല, നദികളില്ല, തടാകങ്ങളില്ല, വൃക്ഷങ്ങളില്ല, മൃഗങ്ങളില്ല, മാമലകളില്ല, വടവൃക്ഷങ്ങളില്ല, കല്ലുകളില്ല, മണ്ണുകളില്ല, ഒന്നുമില്ലാതെ എല്ലാം തകർന്ന് തരിപ്പണമാകലായി. അല്ലാഹു പറയുന്നു, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം വകുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം തകർന്ന് തരിപ്പണമായി. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, മാന്യനും പ്രതാപവാനുമായ അല്ലാഹു മാത്രം ബാക്കിയായി. എല്ലാം മരിച്ചു, എല്ലാം മരിച്ചു. മാന്യനും പ്രതാപവാനുമായ അല്ലാഹു മാത്രം ബാക്കിയായി. വേറെ ആരുമില്ല. എല്ലാം ഭൂലോകത്ത് പിന്നെ ഒരു സാധനവും ഇല്ല. സഹോദരങ്ങളെല്ലാം മരിക്കും. ജിബ്രീൽ മരിക്കും, ഇസ്രാഫീൽ മരിക്കും, മീകായിൽ മരിക്കും, മലക്കുകൾ മരിക്കും. അല്ലാഹു മാത്രം, വേറെ ഒന്നുമില്ല. ഇനി ഇൻഷാ അല്ലാഹ് നാലാമത്തെ ലോകം. സാധാരണ സ്കൂളിൽ കുട്ടികൾ പഠിപ്പിക്കുമ്പോൾ സാധാരണ പറയുന്ന ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ആദ്യം പറയുന്ന ഫുൾ വാക്കാണ് ദ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം എന്ന് അഹങ്കരിച്ചിരുന്നത് സ്പെയിൻ രാജവംശമായിരുന്നു. സ്പെയിനാണ് ലോകത്തിന്റെ അതിർത്തി എന്നൊരു ധാരണ സ്പെയിൻ രാജവംശത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പെയിൻ രാജവംശത്തിന്റെ രാജമുദ്ര ഹെർക്കുലിയൻ സ്തംഭങ്ങളും അതിന്റെ താഴെ സ്പാനിഷ് ഭാഷയിൽ നെ പ്ലസ് അൾട്ര എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇനി അങ്ങോട്ട് ഒന്നുമില്ല എന്നാണ്.
ആ രാജവംശത്തിന്റെ മുദ്ര തന്നെ അങ്ങനെയായിരുന്നു 16-ാം നൂറ്റാണ്ടിൽ. നേ പ്ലസ് അൾട്രാ എന്ന സ്പാനിഷ് വാക്കിന്റെ അർത്ഥം ഇനി അങ്ങോട്ടൊന്നുമില്ല, സ്പെയിൻ എത്തിയാൽ ലോകം തീർന്നു എന്നൊരു ധാരണയായിരുന്നു. സ്പെയിനാണ് ലോകത്തിന്റെ അതിർത്തി, ഇനി അങ്ങോട്ടൊന്നുമില്ല എന്നവരുടെ രാജമുദ്രയിൽ തന്നെ എഴുതി വെച്ചിരുന്നു. അതിനുശേഷം കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചപ്പോ ലോകത്ത് ഇനിയും വളരെയേറെ കണ്ടുപിടിക്കാനും കാണാനുമുണ്ട് എന്ന് ബോധ്യമായപ്പോ സ്പാനിഷ് രാജവംശം നിലപാട് മാറ്റുകയും നേ പ്ലസ് അൾട്രാ എന്ന് എഴുതിയതിൽ നിന്ന് നേ എന്ന് പറയുന്ന വാക്ക് വെട്ടിക്കഴിഞ്ഞു, പ്ലസ് അൾട്രാ എന്നാക്കി. അതിന്റെ അർത്ഥം ഇനിയും പലതും അറിയാനുണ്ട് എന്നാണ്. ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞവർ ഇനിയും പലതും അറിയാനുണ്ട് എന്ന് പറഞ്ഞ സ്പാനിഷ് രാജവംശത്തിന്റെ കഥ ചരിത്രത്തിൽ കാണാം. ഞാൻ പറഞ്ഞത് ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ അവന്റെ വിവരം, അവന്റെ അറിവ്, ലോകത്തെക്കുറിച്ചുള്ള മുഴുവൻ അറിവുകളും ഞങ്ങൾ കരസ്ഥമാക്കി എന്ന ഒരു മിഥ്യമായ ധാരണയിലായിരുന്നു. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതോടുകൂടിയാണ് ആ ധാരണയിൽ നിന്ന് ഒരു രാജകുടുംബം തന്നെ മാറിയത് എന്ന് ചരിത്രത്തിൽ കാണുമ്പോ പഠിക്കും തോറും ഏറെ അറിയുകയും അറിയും തോറും ഇനിയും അറിയാത്തതേറെയുണ്ട് എന്നറിയുകയും ചെയ്യുന്ന ലോകത്തിൽ ഏകനായ തമ്പുരാൻ മനുഷ്യന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അറിവ് എന്ന് പറയുന്നത്. ആ അറിവിലൂടെയാണ് മനുഷ്യൻ പുരോഗതി പ്രാപിച്ചത്. ലോകത്ത് എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് 6 കോടിയോളം വരുന്ന ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ജീവജാലങ്ങളിൽ 5,99,99,999 ജീവിവർഗങ്ങൾക്കും ഇല്ലാത്ത ഒരേ ഒരു സംവിധാനം അള്ളാഹു മനുഷ്യൻ എന്ന് പറയുന്നവന്റെ ഒരു സൃഷ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അത് അറിവാണ്, പഞ്ചേന്ദ്രിയ പരിജ്ഞാനം. അതുകൊണ്ട് തന്നെ ലോകത്ത് പുരോഗതി അവകാശപ്പെടുന്നത് മനുഷ്യന് മാത്രമാണ്. ലോകത്തിലെ ആദ്യത്തെ കാക്ക എങ്ങനെയാണോ കൂടുണ്ടാക്കിയത് അതുപോലെ തന്നെയാണ് ഇന്നത്തെ കാക്കയും കൂടുണ്ടാക്കുന്നത്. കാക്ക വൃദ്ധ്യമാറി പരീക്ഷിച്ചിട്ടില്ല. ലോകത്തിലെ ആദ്യത്തെ പശു എങ്ങനെയാണോ പുല്ല് തിന്നത് അതേപോലെയാണ് 21-ാം നൂറ്റാണ്ടിലെ പശുവും പുല്ല് തിന്നുന്നത്. ലോകത്തിലെ ആദ്യത്തെ നായ എങ്ങനെയാണോ വെള്ളം കുടിച്ചത് അതുപോലെ തന്നെ നക്കിയാണ് ഇന്നും നായ വെള്ളം കുടിക്കുന്നത്. ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്റെ വീട്ടിൽ അവന്റെ തൊടലിൽ കിടക്കുന്ന പട്ടി പോലെ ശാസ്ത്രജ്ഞന്റെ അടുത്ത് കിടന്നത് കൊണ്ട് അവൻ ഇനി മുതൽ ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നേ കുടിക്കൂ എന്ന് പട്ടി തീരുമാനിച്ചിട്ടില്ല. ലോകത്തെല്ലാ നായയും ആദ്യം എങ്ങനെയായിരുന്നോ അങ്ങനെയാണ്. കുരുവി എങ്ങനെയാണോ കൂടുണ്ടാക്കിയത് അതുപോലെയാണ് ഇന്നത്തെ കുരുവിയും കൂടുണ്ടാക്കിയത്. ലോകത്തിലെ ആദ്യത്തെ ആന മനുഷ്യനേക്കാൾ 10 ഇരട്ടി വലിപ്പമുണ്ടായിട്ടും അതെങ്ങനെയാണോ അതിന്റെ ഭക്ഷണം ഒടിച്ചു തിന്നത് അതുപോലെ തന്നെയാണ് ഇന്നും ആനകൾ ഭക്ഷണം കഴിക്കുന്നത്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും, പാമ്പുകൾ എങ്ങനെയാണോ സഞ്ചരിച്ചത് അതേപോലെയാണ് ഇന്നും സഞ്ചരിക്കുക. ഇതിനെല്ലാം മാറ്റമുണ്ടായത് മനുഷ്യന് മാത്രമാണ്. ആദ്യത്തെ മനുഷ്യൻ ഭക്ഷണം കഴിച്ചതുപോലെയല്ല ഇന്നത്തെ മനുഷ്യൻ ഭക്ഷണം കഴിക്കുക. ആദ്യം മനുഷ്യൻ വസ്ത്രമെടുത്തതുപോലെയല്ല ഇന്ന് വസ്ത്രമെടുക്കുക. ആദ്യം മനുഷ്യൻ വസ്ത്രമെടുക്കാത്തവനായിരുന്നു. കുറച്ചുകൂടി പുരോഗതി പ്രാപിച്ചപ്പോൾ അവൻ മരത്തിന്റെ തോലെടുത്ത് നഗ്നത മറക്കാൻ തുടങ്ങി. പിന്നീട് അവൻ സ്വന്തം കൈകൾ കൊണ്ട് തുന്നിയുണ്ടാക്കുന്ന വസ്ത്രമാക്കി. മരത്തിന്റെ ഇലകൾ അവന്റെ വസ്ത്രമാക്കി. പിന്നീട് തുന്നുന്ന വസ്ത്രങ്ങളായി. ഏറ്റവും അവസാനം 80 ലക്ഷം രൂപ വിലയുള്ള ഷർട്ട് പോലും ഇടാൻ മനുഷ്യൻ അവന്റെ പുരോഗതിയിലേക്ക് കടന്നു കളഞ്ഞു. ആദ്യത്തെ മനുഷ്യൻ തീയുണ്ടാക്കിയത് കല്ലുകൾ ഉരസിയിട്ടാണ്. വീണ്ടും അവൻ തീപ്പെട്ടി കണ്ടുപിടിച്ചു. പിന്നീട് അവൻ ഗ്യാസ് കണ്ടുപിടിച്ചു. ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് പോലും തീയുണ്ടാക്കാൻ മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യത്തെ മനുഷ്യൻ വീടുണ്ടാക്കിയതുപോലെ ഇലകൾ ഒടിച്ചു വെച്ചിട്ടല്ല മനുഷ്യൻ വീടുണ്ടാക്കുന്നത്. അതെല്ലാം മാറി. ഇലകൾ കൊണ്ട് വീടുണ്ടാക്കിയത് മാറി. കമ്പുകൾ ചാച്ചുവെച്ച വീടുകൾ മാറി. മൺകട്ടകൾ പിടിച്ചുണ്ടാക്കിയ വീടുകൾ മാറി. ചെളി കൊണ്ടുണ്ടാക്കിയ വീടുകൾ മാറി. അവസാനം സിമന്റും കട്ടയും ഒന്നുമില്ലാതെ നാഷണൽ ഹൈവേയിലൂടെ ബൈപ്പാസിലൂടെ പോയാൽ കാണുന്ന ഷിപ്പിന്റെ മാകതിയുള്ള ഇൻഫോ പാർക്ക് പോലെ കൊണ്ടുപോയി വെക്കാൻ കഴിഞ്ഞിട്ട് ഭൂകമ്പമുണ്ടായാൽ എടുത്തുകൊണ്ടു പോകാൻ കഴിയുന്ന സാമഗ്രികൾ കൊണ്ട് വീടുണ്ടാക്കാൻ മനുഷ്യൻ പഠിച്ചു. പുരോഗതി എന്ന് പറയുന്നത് അത് മനുഷ്യന് മാത്രമേ ലോകത്തുള്ളൂ. വേറെ ആർക്കും പുരോഗതിയില്ല. ആ പുരോഗതിയുടെ ഒരേ ഒരു അടിസ്ഥാനം അവന്റെ വിജ്ഞാനമാണ്, അറിവ്. ബാക്കി എല്ലാവർക്കും അറിവുണ്ട്, പക്ഷെ അറിവ് അവനെ പുരോഗതിയിലേക്ക് നടക്കുന്നില്ല. എത്രത്തോളം അറിവ് മനുഷ്യനുണ്ടാക്കുന്നുവോ അതാണ് അവന്റെ പുരോഗതിയുടെ നിദാനം എന്ന് പറയുമ്പോൾ അള്ളാഹു തന്നെ പറഞ്ഞത് അതാണ്. വലഖദ് കറംനാ ബനീ ആദം. ആദമിന്റെ സന്താനങ്ങളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാണ്.
വലഖദ് കറംനാ ബനീ ആദം, ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അറിവുകൾക്ക് പരിമിതിയില്ല. അറിവ് എത്രത്തോളം നാം പഠിച്ചാലും അതിന്റെ ഒരല്പം പോലും നമ്മുടെ ജീവിതത്തിലേക്ക് സംശീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അറിവ് അനന്തമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രഭാഷണത്തിന്റെ 3-ാമത്തെ ദിവസത്തിലോട്ട് കടക്കുകയാണ്. നാം ഇന്ന് പറയുന്ന വിഷയം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആദ്യ സൂക്തം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.